ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയതായ സുവിശേഷം 8-ാം അധ്യായം 49-50 എന്നുള്ള വാക്യങ്ങൾ വായിക്കും. For our meditation tonight, let us focus our attention on Luke's Gospel chapter 8. Let's read verses 49 and 50. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. Jesus says, fear not, only believe, then she shall be made whole. രോഗം വന്നാൽ വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നവർക്കെതിരെ ഇക്കാലത്ത് ട്രോളുകളുടെ പെരുമഴയാണ്. These are the days we come across bogies or trolleys against the people who say only faith is suffice. Those who are suffering from sicknesses these days. ഇവിടെ പള്ളിപ്രമാണിയായ യായിറോസ് തൻ്റെ മകൾ മരിച്ചുപോയി എന്ന് വിലപിക്കുന്നതായ വേളയിൽ ആ പിതാവിനോട് യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. Here it is Jairus who laments that his daughter is dead. Now the rule of the synagogue says that fear not, only believe in Jesus. ജനം പല തട്ടിലാണ്. People are different strata. ലോകത്തിന് മാത്ര അല്ലെങ്കിൽ ടാബ്ലറ്റ്, ഗുളിക അല്ലെങ്കിൽ മരുന്ന് മാത്രം ശരണം എന്ന് പറയുന്നവരുണ്ട്. There are people who say that the only remedy is pills or solution. എന്തിൻ്റെ വിശ്വാസം? മാത്രയും വേണം, വിശ്വാസവും വേണം, മരുന്നും വേണം, പ്രാർത്ഥനയും വേണം എന്ന് പറയുന്നവർ മറ്റൊരു കൂട്ടർ. Simply water faith alone. There are the group that claims we need to have medicine, pills as well as faith. രണ്ടാമത്തെ വാദത്തിന് ഉപോത്ബലകമായി ക്രൈസ്തവർ ചൂണ്ടിക്കാണിക്കുന്നത് ഹിസ്കിയ രാജാവിന്റെ രോഗവിമുക്തിയുടെ ചരിത്രമാണ്. In order to support the second category of arguments, people come out with the explanation of the history of Hezekiah. രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതലുള്ളതായ ആ വാക്യങ്ങളിൽ നമുക്ക് ആ ചരിത്രം കാണുവാൻ കഴിയും. In the book of Kings chapter 20, the first verse onwards, we come across that episode. അക്കാലത്ത് ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. In those days, King Hezekiah was afflicted with sick unto death. പ്രവാചകനായ യെശയ്യാ വന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചു, രാജാവേ, നീ മരിച്ചു പോകും, അതുകൊണ്ട് ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക. The prophet Isaiah came and says that you are going to die sick unto death, set thine house in order. അവൻ മറ്റൊന്നും ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു, ദൈവം അവന് സൗഖ്യം കൊടുത്തു. He simply trusted in the Lord, prayed unto the Lord, waited upon the Lord. The Lord made him whole. നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞ അതേ പ്രവാചകൻ തിരിച്ചു വന്ന് പറയുകയാണ്, നീ ജീവിക്കുമെന്ന് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു. The very prophet who says you will die now comes back and reports your lifespan has been expanded. പോരാ, നിന്റെ ആയുസിനോട് ദൈവം 15 വർഷം കൂടെ കൂട്ടി തന്നിരിക്കുന്നു. Interestingly, the Lord has added 15 more years. തുടർന്ന് അവന്റെ ആ മരണകരമായ പരിവിൽ അത്തിപ്പഴക്കട്ട ഇടുന്നത് നമ്മൾ കാണുന്നു. സൗഖ്യമായി എന്ന് നാം വായിക്കുന്നു. Again, on the zone that was a fatal, he is now putting the cakes of fig. ഇവിടെയാണ് പ്രശ്നം. ഈ പരു സുഖമായത് അത്തിപ്പഴക്കട്ട ഇട്ടത് കൊണ്ടല്ലേ എന്നൊരു ചോദ്യം. Now it is interesting to ask that this zone was healed, whether it was not by the putting of the cake of the fig. ഈ വിഷയം വിശദമായി ചിന്തിക്കേണ്ടതാണ്. This needs a detailed explanation. ഒന്ന്, ജീവൻ അപഹരിക്കത്തക്ക ഒരു പരുവാണ് രാജാവിനുണ്ടായത്. It is a zone that's able to corrode the life of the king afflicted him. തൽഫലമായി അവൻ ഭരണാസന നിലയിൽ എത്തുകയും ചെയ്തു. Consequently, he is at the brim of death. അതിലുപരി ജനിക്കുമ്പോൾ തന്നെ മരണദിനവും കുറിച്ചു വച്ചിരിക്കുന്ന ദൈവം അവനോട് പറയുന്നു, നീ മരിച്ചു പോകും, ആയുസ് തീർന്നിരിക്കുകയാണ്. Moreover, before his death, the person who had been appointed by God reports, you are going to die. എന്നാൽ അവന് വിടുതൽ എങ്ങനെയായിരുന്നു? How could he find the deliverance? അങ്ങനെ മരണാസന്ന നിലയിൽ എത്തിച്ചേർന്ന് സർവശക്തനായ ദൈവം നേരിട്ട് നിന്റെ ആയുസ് തീർന്നു, മരിച്ചു പോകുമെന്ന് പറഞ്ഞ അതേ വ്യക്തി സൗഖ്യമാകുവാൻ ആഴ്ചകളോ ദിവസങ്ങളോ വേണ്ടി വന്നില്ല. The man who reports that
that you are at the point of death, your lifespan has been reduced, you are going to die. It did not take many months, many weeks, many years, days for him to get cured. പക്ഷേ ഉടനടി അവന് സൗഖ്യമായി. Abruptly, there is healing for him. രണ്ടാമത് അവൻ മൂന്നാം ദിനം ഈ മരണാസന നിലയിൽ കിടന്നതായ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് മൂന്നാം ദിവസം യാത്ര ചെയ്ത് ആലയത്തിൽ ചെന്നു. Again, the man who is at the point of death, on the third day, he traveled and reached the temple of God. അതിനേറ്റ ആരോഗ്യം കൂടെ ഉടനടി കൈവന്നു. And he acquired the required strength as well. സർവോപരി അവന്റെ ആയുസ്സിന് 15 വർഷത്തെ ഗ്യാരണ്ടി കൂടെ കിട്ടുകയും ചെയ്തു. Above all, to his lifespan, 50 years more had been guaranteed. ഇനി നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചത് കേവലം ഒരു അത്തിപ്പഴം പരിവിൽ ഇട്ടതുകൊണ്ടായിരിക്കുമോ? Now you tell me, all these consequences resulted simply because whether such a big cake was kept upon the soul. കേവലം അനുദിന ഭക്ഷണ വസ്തുവായ ഈ പഴത്തിന് ഇത്രയും മാജിക് പവർ ഉണ്ടെന്ന് എങ്ങനെ സ്ഥാപിക്കാനാവും? The daily menu of the meat, if that is applied, this has got so much power of healing. How can you assimilate so? ചിലർ പറഞ്ഞേക്കാം, അത്തിപ്പഴം കൊണ്ട് മാത്രമല്ല, പിന്നെ അത്തിപ്പഴവും പ്രാർത്ഥനയും കൂടെ ചേർന്ന് സൗഖ്യം വരുത്തി. Some would say, not only because of this fig, with the fig coupled with the prayer, that healing resulted. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഒരു വൻ തമാശയെന്ന് എനിക്ക് പറയാൻ കഴിയും. That being so, I can say that's a mega humor. മുഴുവൻ പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവിന് ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ അത്തിപ്പഴം എന്ന സപ്ലിമെന്റ് മേമ്പൊടി ആവശ്യമുണ്ടോ? The creator of the whole universe is in need of a simple fig fruit in order to heal the sore of a person. ഒരു കാരണവശാലും പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനൊപ്പം മറ്റൊരു പ്രയോഗം ദൈവത്തിന് വേണ്ട. By no means, beyond this prayer and thanksgiving, the Lord is not in need of any other magic. ആകയാൽ യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. Therefore Jesus, fear not, simply believe, then she shall be spared. ഒരു അവിശ്വാസിയെ കുറിച്ച് നാം ചിന്തിച്ചാൽ, When we think about an unbeliever, അവന് രോഗം വന്നാൽ ഡോക്ടറും മരുന്നും രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിക്കുകയാണ്. when he is afflicted with the sickness, he hopes doctor, medicine will save him. അവന്റെ സാമ്പത്തിക നിലയ്ക്കേറ്റ നിലയിൽ നല്ല ആശുപത്രി, പ്രസിദ്ധരായ വിദഗ്ധരായ ഡോക്ടർമാർ, വില കൂടിയ മരുന്നുകൾ, കഴിയുമെങ്കിൽ ഇറക്കുമതി ചെയ്ത മരുന്നുകൾ പ്രയോഗിക്കുകയാണ്. According to his financial position, there are doctors who are experts in their special fields and proficient, reputed hospitals to the best of his ability, with the financial position allows, and he can have this imported medicine as well. ദൈവത്തെ വിളിക്കുന്നതായ പ്രശ്നം ഉദിക്കുന്നില്ല, പ്രാർത്ഥനയുടെ ആവശ്യമില്ല, പ്രാർത്ഥനക്കാരെയും വേണ്ട. The question of calling upon God doesn't arise. No need for the people of prayer, no need for the application of prayer. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ സമനസാതെ വന്നാൽ ആ പ്രാർത്ഥനയെയും വിശ്വാസത്തെയും പുച്ഛിച്ചു എന്ന് വരാം. If somebody deliberately comes to pray, sometimes they may vilify and taunt that person. പക്ഷേ രസകരം എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ളവർ വൈദ്യശാസ്ത്രം കൈവിടുമ്പോൾ ദൈവത്തെ തേടുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. Delightfully we can say, when medical science miserably fails such people, it is here the mighty arm of God comes to the rescue. വൈദ്യശാസ്ത്രം ഇത്രമാത്രം ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടും ഇന്നും ആശുപത്രി ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു മോർച്ചറി ഉണ്ടാക്കുന്നു. Even though in the medical field so many innovations are found today, when a hospital is built, behind that you can find a mortuary as well. ഏതോ ഒരു ഡോക്ടർ അവൻ ദൈവമല്ല, അവന് മനുഷ്യനാണ്, അവൻ ചില കാര്യങ്ങൾ പഠിച്ചു, അത് പ്രയോഗിക്കുന്നു, അതിന്റെ വിജയം ദൈവത്തിലാണെന്ന് ഏതോ ഒരു മനുഷ്യനും ഏതോ ഒരു ഡോക്ടറും സമ്മതിക്കും. There is a doctor, he is not a superhuman being, he is only a human being, but people believe in his capacity, believe that he is beyond God himself. ഒരേ രോഗത്തിന് പലതരം മരുന്ന്, പല ബ്രാൻഡുകൾ കമ്പനികൾ പുറത്തിറക്കും, പക്ഷേ മരുന്നിന് ഒരു പരിമിതിയുണ്ട്. For the same medicine, different companies come out with different species, branches of medicine, but that too has got a demarcation. അങ്ങനെ വൈദ്യന്മാർ കൈവിട്ട, മരുന്ന് പരാജയപ്പെട്ട എത്രയോ പേർ ദൈവാശ്രയം കൊണ്ട് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച് ഇന്നും ജീവിച്ചിരിക്കുകയാണ്. Thus many formidable chronic cases left behind, neglected by medical science doctors, by prayer, by depending upon the faith of God, today remaining alive. ഇത് നിങ്ങൾക്ക്
ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ അനുഭവമുള്ളത് കേട്ടറിഞ്ഞു കൊള്ളുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി ദൈവനാമകത്വത്തിന് അവരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയും പേര് ഞാൻ പറഞ്ഞതിന് സാക്ഷ്യമാണ്. All these members and witnesses of my statement. യേശു പറയുന്നു, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, രക്ഷപ്പെടും. Jesus, simply believe, you shall be spared. മാരകരോഗത്താൽ വൈദ്യശാസ്ത്രവും കൈവിടുമ്പോൾ സ്നേഹിത, മാരകരോഗത്താൽ ഉറ്റൊരും വൈദ്യശാസ്ത്രവും നിന്നെയും കൈവിടുമ്പോൾ സ്നേഹിത, യേശുവിൽ നീ വിശ്വസിച്ചാൽ കൈവിടില്ലവൻ, സൗഖ്യമേകും നിശ്ചയം. യേശുവിൽ നീ വിശ്വസിച്ചാൽ കൈവിടില്ലവൻ, സൗഖ്യമേകും നിശ്ചയം. അങ്ങനെ ഹിസ്കിയാവിന് സൗഖ്യമുണ്ടായി, ആയുസ്സും നീട്ടിക്കിട്ടി. Hezekiah got healed and his lifespan had been extended. ഹിസ്കിയാവ് ഒരു ബലഹീന വിശ്വാസിയായിരുന്നു. This Hezekiah was an informed believer. രാജാവായ ആസയെ കുറിച്ച് കാണുമ്പോഴും അവനും ഒരു ബലഹീന വിശ്വാസിയായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. What we think about King Asa, we understand he was also a man of infirmities. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 16-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിച്ചാട്ടെ. Second Chronicles, read chapter 16, verse number 12. ആസയ്ക്ക് തന്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തന്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ എത്ര അന്വേഷിച്ചത്. ആസ ഒരു ദൈവഭക്തനായിരുന്നു. Asa was godly. ദൈവത്തിൽ ആശ്രയമുള്ള വ്യക്തിയായിരുന്നു. He built his trust in God. അവനെ ദൈവം പല വിധത്തിൽ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. God honored him and blessed him in diverse manners. നിർഭാഗ്യവശാൽ അവന്റെ ഭരണത്തിന്റെ 39-ാമത്തെ വർഷത്തിൽ കാലിൽ ദീനം പിടിച്ചു. Unfortunately, during his reign in the 39th year, he was diseased in the feet. ഒരു രാജാവാണ്, ഡോക്ടർമാർക്കോ മരുന്നിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു പഞ്ഞവും ഇല്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ല. True, he is a king for physicians, for medical science, any facility there is nothing short of. ദൈവാത്മാവ് തിരുവെഴുത്ത് എഴുതുമ്പോൾ ഇതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, അവന്റെ രോഗത്തിൽ അവൻ യഹോവയെ അല്ല വൈദ്യന്മാരത്രേ ആശ്രയിച്ചത്. When the word of God is drafted, being inspired by the Spirit of God, it is recorded during the course of his sickness, he did not trust in physicians, rather in God. ഈ പരാമർശത്തിൽ നിന്ന് നാം എന്തു മനസ്സിലാക്കണം? From this reference, what do we comprehend? ഒരു ദൈവഭക്തൻ തന്റെ എല്ലാറ്റിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമെന്നതാണ്. Touching a child of God in every aspect of his life, he must build his trust in God. അതിനർത്ഥം 39 വർഷം വരെയും എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ദൈവത്തിനെ ആശ്രയിച്ചുവോ, ഇപ്പോൾ അവന്റെ കാലിൽ ദീനം വന്നപ്പോഴും അവൻ അതിനും യഹോവയിൽ മാത്രം ആശ്രയിക്കണമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. For the past 39 years, what were the challenges, problems that he had to encounter? He put his trust in God. Now, in this context as well, for the sickness, he ought to have depended on the grace of God. ഈ ആസയെ പോലെ തന്നെ ഹിസ്കിയാവിന്റെ വിശ്വാസം ബലഹീനമായിരുന്നു. Like this Asa, this Hezekiah was weak in faith. അതിനൊരു തെളിവ് 2 രാജാക്കന്മാർ 20-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. Second Chronicles chapter 20, verse 8 gives us a reference. പ്രവാചകൻ പറയുന്നു, ദൈവത്തിന് അരുളപ്പാട് കേട്ടുകൊള്ളുക, ദൈവം നിന്നെ സൗഖ്യമാക്കും, 3-ാം ദിനം നീ ആലയത്തിൽ ചെല്ലും. The prophet says, hear the oracle of God, you will be healed. On the 3rd day, you will march on to the temple of God. അവിടെ നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ സംഭവിക്കുന്ന എന്തോ നിന്നാൽ അറിയാം, ഒരു അടയാളം. He is physically asking, what is the sign which proves this is going to result so? നോക്കുക, ദൈവം പറഞ്ഞ വചനം അങ്ങനെ സംഭവിക്കുന്നതിന് അവനൊരു അടയാളം കൂടെ വേണ്ടിയിരുന്നു പോലും. അതാണ് അവന്റെ വിശ്വാസം ബലഹീനമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. I told you that he was weak in faith because he needs to have a sign to just believe what is spoken by God. അതുകൊണ്ടാണ് അവന്റെ പരിവിന്മേൽ അത്തിപ്പഴക്കട്ട ഇടേണ്ടി വന്നത്. That's why on his own the cake of fig had to be caused. ഇതിൽ ഏറ്റവും
ശ്രദ്ധേയമായ കാര്യം നിങ്ങളുടെ മുൻപിൽ ഞാൻ I would കൊണ്ടുവരികയാണ്. like to bring before attention something noteworthy. 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Coming to 7th verse of chapter 20. ആ അത്തപ്പട പ്രയോഗം ദൈവത്തിന്റെ ആലോചന ആയിരുന്നില്ല, പ്രവാചകനായ യെശയ്യാവിന്റെ ഒരു നിർദ്ദേശമായിരുന്നു എന്നുള്ളത്. The lump of figs, that was not the advice of God, rather it was an instruction by the prophet Isaiah. വായിക്കണം. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു പരുവിന്മേലിട്ടു, അവന് സൗഖ്യമായി. ശ്രദ്ധിക്കണമേ, പ്രവാചകൻ രാജാവിനോട് ദൈവം തന്നെ സൗഖ്യമാക്കുന്ന ദൈവാലോചന പറഞ്ഞപ്പോൾ അവനത് പൂർണ്ണമായി വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. The prophet gives advice unto the king about the total healing power of God. He is not able to believe it now. എന്റെ അഭിപ്രായത്തിൽ ഈ പരുവിൽ എന്തെങ്കിലും ഒന്ന് പുരട്ടാതെ സൗഖ്യമാകുമോ എന്ന് അവൻ ചോദിച്ചു കാണും. In my opinion, he ought to ask, without smearing, places something on the boil, will there be any healing? അവന്റെ വിശ്വാസത്തിന് കുറവും സംശയവും പരിഹരിക്കുവാൻ ദൈവമല്ല യെശയ്യാവ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ആ പരുവിൽ ഒരു അത്തിപ്പഴക്കം ഇട്ടു എന്ന് പറഞ്ഞു. He ought to rectify the shortcoming pitfall of his faith. It's not God, rather the prophet says, if that being so, Ida the land of fig can be cast on the boil. ഇത് മനുഷ്യന്റെ ആലോചന. This is the advice of human being. പ്രിയരെ, സൗഖ്യം നൽകിയത് അത്തിപ്പഴമല്ല, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശക്തിയുമാണ്. All about people of God, it's not the lump of figs granted the relief, rather the healing and power of God. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. Jesus says, fear not, simply believe. ദൈവം തന്റെ വചനം അയച്ച് സൗഖ്യമാക്കുകയാണ്. God sends his words and commands healing. 107-ാം സങ്കീർത്തനം 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, As we turn to Psalm 1 verse 7 verse 20. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. About the people of Israel it is mentioned, God sends his words and heals them. പ്രിയരെ, ഇതാണ് ഏറ്റവും വിശേഷമായത്. All about people of God, this is something more striking. നമ്മുടെ കർത്താവിന് ഒരു വാക്ക് മാത്രം മതി. Your word of God is simply suffice for you. രോഗം സൗഖ്യമാക്കാൻ മാത്രമല്ല, അത് ഈ അഖിലാണ്ടം മുഴുവൻ സൃഷ്ടിച്ചതും വചനം കൊണ്ടായിരുന്നു. Not only simply to heal a sickness with a simple words, the Lord created the whole universe. മരിച്ചവരെ ഉയർപ്പിക്കാൻ പോലും ദൂരെ നിന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. He not to quicken the dead from far away, a simple word would have been announced. യേശുവിന്റെ ഈ ജീവിതകാലത്ത് താൻ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. നയൻ എന്നുള്ള പട്ടണത്തിൽ നിന്ന് ഒരു വിലാപയാത്ര പുറത്തോട്ട് വരുന്നു. During the days of Lord Jesus Christ upon this earth, as he was traveling from the city of Nain, he was noticing a funeral march. ഒരു വിധവ, അവൾ കരഞ്ഞുകൊണ്ട് ആ ശവമഞ്ചത്തിനൊപ്പം നടന്നു വരികയാണ്. ഒരേ ഒരു മകൻ, അവൻ മരിച്ചുപോയല്ലോ, ഇനി എനിക്ക് ആശ്രയം ആരുമില്ല. A widow is accompanying the buyer. She is crying and mourning, telling she had got only one son, she died, there's no room for her hope anymore. യേശു പറഞ്ഞതനുസരിച്ച് മഞ്ചം ചുമക്കുന്നവർ നിന്നു. According to the direction of Jesus, the people who were carrying the buyer stopped it. യേശു ഒരു കമാൻഡ് ഇങ്ങനെയാണ്, ബാല്യക്കാരാ എഴുന്നേൽക്ക. Jesus commands, arise, O lad. ഒരു മൃതദേഹത്തോടാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ ഓർത്തു നോക്കണം. And a corpse direction comes, bear in mind. ഏതാനും മണിക്കൂറുകൾക്കോ ഒക്കെ മുൻപ് അവന്റെ ആത്മാവ് ശരീരത്തെ വിട്ട് വിരിഞ്ഞുപോയി. അതാണ് മരണം. A few hours ago, his spirit departed this body, that's the death. പക്ഷേ ബാല്യക്കാരാ എഴുന്നേൽക്കാൻ യേശു പറഞ്ഞ ഉടനെ അവനെ വിട്ടുപിരിഞ്ഞു പോയ ആത്മാവ് തിരിച്ച് ശരീരത്തിലേക്ക് വന്നു. അവൻ ജീവനുള്ളവനായി എഴുന്നേറ്റിരുന്നു. No sooner did the Lord commands, you let arise, than the spirit that departed his body comes back to the same. ഇതിന് യേശുവിന് ഒരു വാക്ക് മാത്രമേ വേണ്ടി വന്നുള്ളൂ. Jesus had to use simply one word. യേശു ഏറെ സ്നേഹിച്ച ഒരു കുടുംബം ബഥാനി എന്ന ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. In the hamlet of Bethany, there was a family loved by Jesus to the core. യേശുവിനെ സ്നേഹത്തെ വിശേഷിപ്പിക്കണമെന്നതായ ലാസർ രോഗിയായി മരിച്ചു. അടക്കി 4 ദിവസം കഴിഞ്ഞു. Lazarus, the most affectionate friend of Jesus, died, buried, 4 days passed by. യേശു അവിടെ ചെന്നു. Jesus reached the spot. യേശു 4-ാം ദിവസം ചെല്ലാനുള്ള കാരണം അറിയാമോ? What's the reason Jesus visited the spots on the 4th day? ഇത് തികച്ചും മനുഷ്യകരമല്ല, ദൈവത്തിന്റെ കരം തന്നെയാണെന്നും സ്വാഭാവികമായ ഒരു വിടുതല്ല, ഇത് അത്ഭുതമാണെന്നും എല്ലാവരും ബോധ്യപ്പെടുത്തുവാൻ. All must be convinced this is not exclusively inadvertently taken place. This is only by the plan of God to
to reveal the glory of God. It was done deliberately. അക്കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് ഒരു 3 ദിവസം അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കും. ഈ 3 ദിവസത്തിനുള്ളിൽ അവന് പിന്നെയും ജീവിക്കാനുള്ള ഒരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ ആ ആത്മാവ് ജീവനിലേക്ക് വീണ്ടും കടന്നു വരും. In those days there was a common faith among the Jews. When a person dies, his soul shall be just roaming around his body for 3 days. If there is any opportunity, possible resources to bring back to life within 3 days, that will come back to the body. 3 ദിവസം വരെയും കാത്തു നിന്നിട്ട് അങ്ങനെ ഒരു സംഭവത്തിന് ആവശ്യമില്ലെങ്കിൽ ആത്മാവ് വിട്ടുപോകും. For 3 days that shall be tarrying. If no such event takes place, on the 3rd day the ghost shall depart. ഒരുവേള യേശു 2-ാം ദിനമോ 3-ാം ദിനമോ വന്നെന്നവരിൽ ജനം പറഞ്ഞേ, അതൊരു സ്വാഭാവികമായി ഇങ്ങനൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ, ജീവനൊക്കെ പോയിട്ട് കുറെ കഴിഞ്ഞിട്ടൊക്കെ അങ്ങനെ എന്ന് പറഞ്ഞേനെ. Peradventure, had Jesus visited on the 2nd or 3rd day, people would say this is a custom of the society. It was roaming about, therefore that was restored quite natural. യേശു മനഃപൂർവ്വം പിതാവിന്റെ ആലോചന പ്രകാരം 3 ദിവസം താമസിച്ചിട്ട് 4-ാം ദിനം അവിടെ എത്തിച്ചേർന്നു. Deliberately heeding to the plan of the Father, tarried for 3 days and waited on the 3rd day. അടക്കിയ മൃതദേഹം അഴുകി തുടങ്ങുകയും ദുർഗന്ധം വമിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. The corpse that was buried started stinking and started devastating. അതിനർത്ഥം സ്വാഭാവികമായോ ഏതു തരത്തിലോ ഇനിയൊരു വിടുതൽ അസാധ്യം തന്നെ എന്ന നിലയായിരുന്നു. In any way, naturally or unnaturally, supernaturally, there's no way of deliverance is the implication. ആമേൻ. നമ്മുടെ കർത്താവിന് ഒരു വാക്ക് മതിയായി. Our Lord Jesus Christ had to say simply one word. അവൻ കല്ലറയുടെ അടുക്കൽ പോയി നിന്നിട്ട് ലാസറേ പുറത്തു വരിക, ഒറ്റ വിളി, ആ മൃതദേഹം ഇജക്ട് ചെയ്ത് വെളിയിലോട്ട് വന്നു. Standing at the sepulchre, Jesus calls, Lazarus, come out. This dead body comes back being alive. അവന്റെ രോഗം സൗഖ്യമായിരുന്നു, അവന്റെ ജീവനിലേക്ക് മടങ്ങി വന്നിരുന്നു. His sickness was healed, life was restored. അവന്റെ ശരീരം അടുക്കി തുടങ്ങിയതും മാറി ഒരു സാധാരണ ശരീരത്തിലേക്ക് വന്നിരുന്നു. The body was putrefying, it is restored a natural body. നമ്മുടെ യേശുവിന് മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഒരു വാക്ക് മതി. വചനമയച്ച് അവൻ എല്ലാം ചെയ്യുന്നവനാണ്. Our Jesus is in simply one word. He not to restore the life of anybody. He sends his words and does everything. ഇന്ന് എന്റെ പ്രശ്നം ഏതായിരുന്നാലും, ഇന്ന് എന്റെ രോഗം എന്തായിരുന്നാലും, അത് എന്റെ വിഷയം എന്തായിരുന്നാലും ദൈവത്തിന് തന്നെ വചനമയച്ച് മാത്രം അതിനൊന്ന് പരിഹാരമൊരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. Let us believe. Whatever is my problem, whatever is my issue, whatever is the sickness, Jesus is able to send his words and command deliverance therefrom. ഇത് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഹിസ്കിയാവിന് അങ്ങനെ ഒരു പഴത്തിന്റെ പ്രയോഗം വേണ്ടി വന്നത്. As Hezekiah was not able to believe this, he was in need of a fig fruit. എന്നാൽ നമ്മൾ വ്യത്യസ്തനായ ഒരു ശതാധിപനെ കാണുന്നുണ്ട്. We come across a different centurion. മത്തായി വിശേഷം 8:8 വായിക്കുമ്പോൾ Matthew's Gospel chapter 8 verse 8. അവന്റെ ഒരു ദാസൻ അതിലെ രോഗബാധിതനായ ആസന നിലയിൽ കിടന്നിരുന്നു. One of his servants is suffering from sickness. He is at the point of death. യേശുവിന് വചനം അയക്കാൻ കഴിയും, വചനമയച്ച് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും. എങ്കിലും യേശു ഒരു മര്യാദയ്ക്ക് പറഞ്ഞു, ഞാൻ വീട്ടിലോട്ട് വന്ന് അവനെ സൗഖ്യമാക്കാം. Jesus was able to send a word, able to send a messenger, able to heal him abruptly. However, Jesus says, I will come and visit you. എന്നാൽ മറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവൻ അങ്ങനെ കേട്ടതായി മാത്രം പറയുകയാണ്, കർത്താവേ അതിന്റെ ആവശ്യമില്ലല്ലോ. On the contrary, as soon as he hearkens the same, he replies, oh Lord, that need not be done. ഞാൻ 100 പട്ടാളക്കാരുടെ ഒരു ഓഫീസറാണ്, എനിക്ക് അതിന് തക്ക ഒരു അധികാരമുണ്ട്. I am the officer of 100 soldiers. I got an authority over them. ഈ 100 പേരിൽ ഒരാളോട് വരിക എന്ന് പറഞ്ഞ് വരികയും പോകാന്ന് പറഞ്ഞ് പോവുകയും ചെയ്യും. Under this hand, if one I command come, he will come. Go, he will go. ഒരു സാധാരണ മനുഷ്യനായ എൻ്റെ വാക്കിന്, എൻ്റെ പദവിക്കനുസരിച്ച് അധികാരം ഉണ്ടെങ്കിൽ, അത് അനുസരിക്കാൻ വ്യക്തികളുണ്ടെങ്കിൽ അങ്ങേക്ക് എന്താണ് സാധ്യമല്ലാത്തത്? അതുകൊണ്ട് ദൈവം ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വരണ്ട, എനിക്കതിന് യോഗ്യതയില്ല. I, ordinary mortal being, if I have the power and command to command a person, he is able to obey. I got supreme power. Thou, the creator, supreme being, you need not come to my home. നീ എവിടെയായിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് ഒരു
വാക്ക് കൽപ്പിച്ചാൽ വീട്ടിൽ എന്റെ ബാല്യക്കാരുടെ സൗഖ്യമാകും. Wherever you are, remain there, command to word, immediately my servant shall be healed. അവന്റെ വിശ്വാസം കണ്ട് യേശു അതിശയപ്പെടുകയാണ്. On gazing his marvelous faith, Jesus says, spellbound. പ്രിയമുള്ളവരെ, നമ്മുടെ യായിറോസ് എന്ന പള്ളിപ്രമാണിയും അതിന് വ്യത്യസ്തമായിരുന്നു. അവന്റെ കുട്ടി രോഗമാണെന്ന് പറഞ്ഞപ്പോൾ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത് മരിച്ചെന്ന് പറഞ്ഞ പോലും പറയുകയാണ്, നീ വന്ന് കൈവച്ചാൽ അവൾ ജീവിക്കും, അതുകൊണ്ടൊന്ന് വീട്ടിലോട്ടൊന്ന് വരണം. Even Jairus is a different story. First he says, come to my house, lay your hand and pray. Then the child died. Report comes, he says, again you come, lay your hand upon the body, it shall be animated. അങ്ങനെ എൻ്റെ ഭാഷയിൽ അല്പവിശ്വാസിയുടെ ആ വിശ്വാസത്തിനനുസരിച്ച് താങ്ങ് കൊടുക്കുവാൻ ശരി വന്നു തന്നെ ജീവിപ്പിക്കാമെന്ന് പറഞ്ഞ് യേശു അങ്ങോട്ട് യാത്രയാവുകയാണ്. In my opinion, in order to support the man of little faith, Jesus would have to go there. He went there, he supported him and healed him. എന്നാൽ അതേ യാത്രാമധ്യേ വാസ്തവത്തിൽ അവനെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. During the course of the journey, an event took place whereby he was ashamed of. ജനങ്ങളാൽ തിക്കി തിരക്കപ്പെട്ട യേശു ആ ശതാധിപന്റെ വീട്ടിലേക്ക് പോവുകയാണ് അവന്റെ മകളെ ഉയർപ്പിക്കുവാൻ. In the midst of hustle and bustle, Jesus was moving to the house of centurion in order to quicken the child. അങ്ങനെ ഇരിക്കവേ ഒരു സ്ത്രീ 12 വർഷം രോഗത്താൽ കഷ്ടപ്പെടുകയായിരുന്നു. അവൾ A woman who has been suffering from sickness for 12 years. അതിന്റെ മർക്കോസിന് വിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, Mark's Gospel chapter 5 verse number 26. ഒന്ന് വായിച്ചേ. മർക്കോസ് 5:26. പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നോക്കുക, പല വൈദ്യന്മാരാൽ അവരുടെ ചികിത്സാ വിധങ്ങളാൽ ഏറിയോന്ന് സഹിച്ചിട്ടും ഒട്ടും സൗഖ്യം വരാത്ത ഒരു സ്ത്രീ. By many physicians in umpteen ways they are treated, alas there is no healing at all. അവൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ ശക്തിയുണ്ട്. Within the covers of the conscience the thought comes, Jesus has got power to heal my child. അവൻ എന്നെ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, ഞാൻ അവനെ ഒന്ന് തൊട്ടാലും സൗഖ്യം വരും. If he touches me or I touch him, the result is healing. പക്ഷേ നിലവിലുള്ളതായ യഹൂദ ആചാരപ്രകാരം ഞാൻ ഇപ്പോൾ ഈ യേശുവിന്റെ ശരീരത്തെ തൊടുന്നത് അത് ശരിയല്ല. As per the existing Jewish custom, it is a taboo unto me to touch his body. അവന്റെ വസ്ത്രത്തിൽ പോലും തൊടാൻ എനിക്ക് അവകാശമില്ല. അങ്ങനെയാണ് യഹൂദന്മാരുടെ നിയമം. As per the law of the Jews, she is not privileged even to touch the skirts of his garment. എന്താ പരിഹാര മാർഗം? What is alternative? ആരും അറിയാതെ തൊടുക. In secrecy touch him. അവൾ നോക്കി ജനങ്ങളാൽ തിക്കി തിരക്കപ്പെട്ട് ഇങ്ങനെ യേശു പോയിക്കൊണ്ടിരിക്കുകയാണ്. There's a thick rush of people. Jesus is surrounded by human mass. ജനത്തിനിടയിൽ ഒരുവളെ പോലെ അഭിനയിച്ച് കടന്ന് അടുത്ത് ചെന്നിട്ട് വളരെ ഭയത്തോടുകൂടെ ആ വസ്ത്രത്തെ മുഴുവനായി തൊടാതെ അതിന്റെ തൊങ്ങലിൽ ഒരറ്റത്ത് മാത്രം ഒന്ന് തൊട്ടു. Pretending to be one of the common folk, she is stealthily moving in the crowd, touching the skirt of the garment of Jesus. ഉടനെ അവൾക്ക് സൗഖ്യമായി. 12 വർഷത്തെ രോഗം ഉടനടി സൗഖ്യമായി. The sickness haunted for 12 years suddenly departed her body. യേശു ചോദിക്കുകയാണ്, എന്നെ ആരോ തൊട്ടല്ലോ. Jesus asked, somebody has touched me. ശിഷ്യന്മാർ ഒരു പരിഹാസമായി പറഞ്ഞു, എന്തോ ഒരു ചോദ്യം, ഇത്രയും ജനങ്ങൾ തിക്കി തിരക്കുമ്പോൾ അങ്ങേ തൊട്ടുകയും മുട്ടുകയും തട്ടുമൊക്കെ സ്വാഭാവികമല്ലേ? In a spirit of mockery, the disciples say, this vast multitude has beset you and people touched you, it's quite common. യേശു പറയുന്നു, ചുമ്മാ മുട്ടുകയും തട്ടിയതല്ല, ഒരാൾ ആവശ്യബോധത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ എന്നെ തൊട്ടിരിക്കുന്നു, അതാരാണെന്ന് എനിക്കറിയണം. Jesus replied, not in a careless fashion, wittingly, with a sense of urgency, deliberately a person has touched me, I want to identify the person. അത്ര വിശ്വാസം കൊണ്ട് വിടുതൽ പ്രാപിച്ച ആ വ്യക്തിയെ എനിക്കൊന്ന് കാണണം. I want to see the person found deliverance with such sound faith. അവൾ വിറച്ചുപോയി. രഹസ്യമായിരിക്കേണ്ട കാര്യം പരസ്യമായി. എനിക്ക് രക്ഷയില്ല. യേശുവിന്റെ കാൽക്കൽ വീണു. അടിയാട്ടിയാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയത് നമ്മൾ ഏറ്റുപറയുകയാണ്. She was panicked
panic-stricken, trembling. He should have been kept in silence. It's brought to light, falls at the feet of Jesus, apologizing. ഭയപ്പെടേണ്ട, സമാധാനത്തോടെ പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. Go, hold the peace, go in peace, thy faith has saved you. അവളുടെ വിശ്വാസം കൊണ്ട് അവൾ ആ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു, മറ്റൊന്നും ചെയ്തില്ല. With her faith, she touched the skirt to the garment of Jesus. After healing, she did not do some other remedy. യേശു വീണ്ടും മുൻപോട്ട് പോയി യായിറോസിന്റെ വീട്ടിൽ ചെന്നു. അവളുടെ മകളുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നു. യേശു അവിടെ ചെന്ന് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു, അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. Jesus went to the dwelling of Jairus. Now the child lay dead. Jesus held the dead body, telling, arise, Lazarus, and the life is restored in her corpse. പ്രിയരെ, യേശു വരുമെന്ന്, യേശു വന്ന് സൗഖ്യമാക്കുമെന്ന് കാത്തിരിക്കുന്നവർ ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. Beloved people of God, those who are waiting, Jesus will come, he will heal me, nobody shall be put to shame. TJ ആൻഡ്രൂസ് എന്നൊരു ഭക്തൻ ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്. Yes, Saint Andrew sang so. രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. യേശുയൻ അടിസ്ഥാനം ആശയാവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആമേൻ. ഒരു ഭക്തൻ രോഗബാധിതനായി അവന്റെ ശരീരം ക്ഷയിച്ചാലും അവൻ കാത്തിരിക്കുമ്പോൾ അവന്റെ നാഥൻ വേഗത്തിൽ വന്ന് അവന്റെ ശരീരത്തെ പുതുതാക്കും. Yes, saint, even if he is afflicted in the body, there is stench coming out. He is hopefully waiting for the master. The author will come, he will renew his body. എനിക്കറിയാം, ഇന്ന് നിങ്ങളിൽ പലരും യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവരും കാത്തിരിക്കുന്നവരുമാണ്. I know most of you are waiting on the ground. Jesus shall heal you and make you whole. അങ്ങനെയുള്ളവർക്കായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. For such collectively we are going to pray. പക്ഷേ അതിനു മുൻപ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തട്ടെ. Before that, I would like to draw your attention to something specific. ഈ യായിറോസിന്റെ മകളുടെ ഉയർപ്പിനോട് ബന്ധപ്പെട്ടതായ ആ വാക്യം, അഥവാ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അവസാന വാക്യം 56-ാമത്തെ വാക്യം. Luke's Gospel chapter 8 verse 56 in connection with the Jairus' daughter. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു, സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. യായിറോസിന്റെ മകളെ മരിച്ച ശേഷം ഉയർപ്പിച്ച കർത്താവ് അവിടെ പ്രത്യേകം ചട്ടം കിട്ടുകയാണ്, ഈ സംഭവം ആരോടും പറയണ്ട. The very Lord quickened the life of Jairus' daughter. Important is, do not reveal this to anyone. ഇന്നത്തെ പ്രസംഗങ്ങളിൽ നിന്നും രോഗശാന്തി വരെ പ്രാപ്തി എത്രയോ വ്യത്യസ്തനായിരുന്നു കർത്താവ്. Lord Jesus Christ was categorically different from all the gifted healers today. നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? What prompted the Lord to say so? ഒന്ന്, യേശു പ്രസിദ്ധി ആഗ്രഹിച്ചില്ല. Lord Jesus was not delighted in reputation. രോഗശാന്തി വാഗ്ദാനം ചെയ്ത് വലിയ കട്ടൗട്ടും വെപ്പിക്കുന്നവർ യേശുവിനെ അനുകരിക്കുകയല്ല, തങ്ങളെ തന്നെ ഉയർത്തുവാൻ നോക്കുകയാണ്. People who have performed miraculous healings, they want to build cutouts, large festivals. They are willing to establish themselves not to follow in Jesus. അവർക്ക് വരം ഉണ്ടായിരിക്കാം, അവരുടെ വരം കൊണ്ട് രോഗികൾ സൗഖ്യമാകുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിലുപരി എന്തൊക്കെയോ ചില ഉദ്ദേശ്യങ്ങൾ അവർക്കുണ്ട് എന്നത് വ്യക്തം. True, they make gifts and bones, and that is yield results as well, beyond which they got some vested interests as well. ഈ പ്രസിദ്ധിയിലും മറ്റും പല വിഷയങ്ങളിലുള്ള താല്പര്യമുള്ളവർ രോഗസൗഖ്യം കെട്ടിച്ചമയ്ക്കുവാൻ പോലും ശ്രമിക്കുന്ന ഒരു കാലമാണ്.
ലോകമാണ്. People who are delighted in reputation and position, they are going to cook up stories of animation. ഇങ്ങനെ ലോകസൗഖ്യം കെട്ടിച്ചമച്ച് ആ കൊട്ടിഘോഷിക്കുന്നവർ ക്രിസ്തുവിനെ അവഹേളിക്കുകയാണ് എന്ന് ഓർത്തുകൊള്ളട്ടെ. Those who are cooking up stories of divine healing, they are making self-glory. You are despising the name of Jesus. മരിച്ചവരെ ഉയർപ്പിച്ചിട്ട് പോലും പരസ്യം യേശു വിലക്കിയതിന്റെ മറ്റൊരു കാരണം, After bring back to life, Lord Jesus Christ makes an open the big. What is the reason? യേശു ഒരുപാട് സൗഖ്യം നൽകിയിട്ടുണ്ട്. Jesus commanded plenty of healings. കുരുടരുടെ കണ്ണു തുറന്നിട്ടുണ്ട്. He opened the eyes of the blind. ഊമരെ സംസാരിക്കുമാറാക്കിയിട്ടുണ്ട്. Dumb made to speak. ചെകിടർക്ക് കേൾവി കൊടുത്തിട്ടുണ്ട്. Deaf made to speak, hear. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. Lepers got cleansed. അങ്ങനെ പറഞ്ഞു പോയാൽ നാനാബാധകളാൽ പറഞ്ഞവരെ യേശു അതേ വാക്കുകൊണ്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്. People who had been suffering from different maladies, with a simple words, Jesus commanded healing. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടല്ലോ. He quickened the dead ones. എന്നാൽ ശ്രദ്ധിക്കണമേ, യേശു മുൻഗണന നൽകിയത് ശരീരത്തിന് വിടുതലിനേക്കാൾ ആത്മാവിന് രക്ഷയ്ക്കായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. Not only is the truth that more the physical deliverance, Lord Jesus commanded deliverance to the soul. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ എല്ലാം ഒരു ബലഹീനത, നമുക്ക് സൗഖ്യത്തിനാണ് മുൻഗണന. രക്ഷിക്കപ്പെടുകയോ മാനസാന്തരപ്പെടുകയോ സ്വർഗത്തിൽ പോവുകയോ നരകത്തിൽ പോവോ എന്തെങ്കിലും നടക്കട്ടെ, എനിക്ക് പുസ്തകം കിട്ടണം. Unfortunately, say most of us are interested in having only physical healing for sicknesses, salvation, and life after death, the soul, heaven. We don't bother about any such thing. കൊല്ലം പട്ടണത്തിൽ നടന്ന 7 വർഷം മുമ്പ് നടന്ന ഒരു ക്രൂസേഡിൽ വായിൽ ക്യാൻസർ പിടിച്ച ഒരു മനുഷ്യന് സൗഖ്യമായി. Years back, a crusade that was conducted at Kollam city, a person who had cancers in the mouth got healed in the meeting. ഒരു ചെയിൻ സ്മോക്കറായ തനിക്ക് കുറെ കാലം കൊണ്ട് ഈ രോഗനിമിത്തവും വ്രണനിമിത്തവും പുകവലിക്കാത്തതിന് വലിയ സങ്കടമായിരുന്നു. He was a chain smoker. For long days he was not able to smoke. Therefore he was very much grievous. ആ രോഗശാന്തി സൂക്ഷികൾ സൗഖ്യം പ്രാപിച്ച് വെളി വന്ന് ആദ്യം ചെയ്തത് കടയിലോട്ട് പോയി ഒരു നീണ്ട സിഗരറ്റ് മേടിച്ച് ഞങ്ങൾ വലിച്ചു. During the course of divine healing service, he was healed. He came out of the meeting. He rushed to the shop. He got a cigarette. He got satisfied by smoking it. ഞാൻ ആ മനുഷ്യനെ പരിഹസിക്കുന്നില്ല. പാപിയുടെ പാപത്തിന് അടിമത്വം അത്ര ഭയാനകമാണ്. I am not mocking at him. Sinner, so great is the onslaught of sin in his life. ആകയാൽ രോഗശാന്തി ആഗ്രഹിക്കുന്നവരോട് യേശു ചോദിക്കുകയാണ്, നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? Those who desire a divine healing, the Lord is asking you, have you been repentant? എന്റെ ക്യാൻസർ മാറണം, എന്റെ ആസ്മ മാറണം, എന്റെ മകന് സൗഖ്യം കിട്ടണം, ഭാര്യയ്ക്ക് വിടുതൽ കിട്ടണം, ഭർത്താവിന് ഒരു അത്ഭുതം നടക്കണമെന്ന് പറയുന്നതായ നിന്നോട് കർത്താവ് ചോദിക്കുന്നു, നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? You make a message unto the Lord. My cancer, my asthma must be relieved of. My husband must be saved. My wife must be saved. My child must be saved. The Lord is asking you, have you been repentant? 60-70 വർഷം മാത്രം ഉപയോഗമുള്ള ഈ ശരീരത്തിന് രോഗവിമുക്തി നീ ആഗ്രഹിക്കുന്നു, നല്ലത് തന്നെയാണ്. You are willing to have healing for this body that must survive for 60 or 70 years. True, it's a good intention. എന്നാൽ അനശ്വരമായി ഒരിക്കലും അവസാനിക്കാത്ത ഈ ആത്മാവ് നിത്യനരകത്തിൽ വിടുവിക്കപ്പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? Don't you have the desire that this immortal soul living forever and ever, don't you have the desire to be spared? ആത്മാവിന് നിത്യതയെ അവഗണിച്ചുകൊണ്ട് സൗഖ്യം മാത്രം തേടുന്നവർ അതേ പഴം നിന്നിട്ട് പഴം വലിച്ചെറിയുകയും പഴത്തൊലി തിന്നുന്ന ഒരു മനുഷ്യനെ പോലെ ബുദ്ധി കെട്ടവനല്ലേ? Ignoring the salvation, healing of the soul, people who are willing to have God with the physical healing, it is like to the nature of person who is peeling out the skin of a plantain, casting away the plantain, eating only the skin. ആകയാൽ സൗഖ്യം തേടുന്നവരെ, ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നവരെ, കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നവരെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. People who desire a sickness, coming to the presence of God, make request unto the Lord. Foremost, let me tell you what you have to do on your part. നിന്റെ ശരീരത്തിലെ രോഗം എന്തുമായാലും യേശുവിന് അതൊരു വിഷയമല്ല. എന്നാൽ അവൻ നിന്റെ ആത്മാവിനെ കുറിച്ച് വേദനയുള്ളവനായി വിചാരമുള്ളവനായിരിക്കുന്നു. What is the sickness of a body is quite immaterial unto Jesus Christ. He is the least about it. He is highly concerned about soul, salvation of the soul. നിന്റെ പാപത്തെ കുറിച്ച് അനുതപിക്കുക. Regrets of your sin. നീ മാനസാന്തരപ്പെട്ട് നിന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് എന്നേക്കുമായി വിട്ടുകളക. Repent
confess your sins, forsake forever. ഒരുവേള ഇതുവരെ ചെയ്ത പാപം നിമിത്തം കൂടാവാം ഈ രോഗം നിന്നിൽ വന്നത്. Perhaps you are under the onslaught of the sickness because of sin you have committed hitherto. ആകയാൽ ഒരു വേള ദൈവം നിന്നെ സൗഖ്യമാക്കിയാലും നിന്റെ പാപം തുടരുന്നതിനാൽ പിന്നെ ഈ രോഗം ഇതിനേക്കാൾ ഗുരുതരമായി വരാൻ സാധ്യതയുണ്ട്. Sometimes even if God commands you healing, if you are continuing the same sin, there is more deadly sin is going to attack you. അതുകൊണ്ട് അതേ ആ ലീക്കം അടച്ചിട്ട് നിന്റെ പാപ സ്വഭാവത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് ഒരു ദൈവവേദനായി തീർന്ന ശേഷം യേശുവേ എന്നെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. Make up your mind to cast away the sin that is make attack on you, get regrets, repent, and after that pray unto the Lord, oh Jesus heal me. സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും മുമ്പേ കർത്താവേ എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. Those who are making the prayer, oh Lord heal me, oh Lord forgive all my sins, make me thy child, thy son, thy daughter. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും ആ സ്വർഗമഹിമയുടെ വെടിഞ്ഞെത്താണ് ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങളെ തന്നെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചവൻ നിന്റെ പാപത്തെ ക്ഷമിക്കുകയും അതോടൊപ്പം രോഗത്തെ സൗഖ്യമാക്കുകയും ചെയ്യും. ആ രോഗം നിന്നിലേക്ക് മടങ്ങി വരികയില്ല. For you and me, one who abnegated heavenly glory and crown and diadem, came to the earth, sustained the afflictions in his body, died for you, shed his blood, and he will forgive all your sins and sicknesses. Those sins will never come back into your life. ഈ സത്യം നിനക്ക് ബോധ്യപ്പെടുത്തി തരാനായിരുന്നേക്കാം പലപ്പോഴും നീ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം വരാതിരിക്കുന്നത്. നിന്നെക്കുറിച്ച് എന്തുകൊണ്ട് സൗഖ്യം വരുന്നില്ല? നാം സാക്ഷ്യം കേട്ടതുപോലെ ദൈവത്തോട് ചോദിച്ച് ആ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് പാപത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയായിരുന്നേക്കാം. You not to make you aware of this truth of your problems only. You have been praying continuously, but it is not answered. The Lord is waiting. You got to detect what is the problem, rectify the same, confess it, come back to the Lord, then it shall be healed. Might be the reason. നീ രക്ഷിക്കപ്പെട്ട ജനത്തോട് അല്ലെങ്കിൽ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന വിശ്വാസിയോട് കർത്താവ് ചോദിക്കുന്നു, Unto the saved ones or the believers, the Lord is asking another question. ഞാൻ നിന്നെ സൗഖ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിന്റെ സ്വഭാവം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവോ? It is a desire that I want you to be healed. Let me ask you one thing. Have you been sanctified of your nature? നിന്റെ ഭാര്യയോട് നീ ഐക്യമായിരിക്കുന്നുവോ? Are you in accord with your wife? നിന്റെ ഭർത്താവിനോട് നീ ഭർത്താവിനോട് നിനക്ക് സ്നേഹവും ഐക്യമായി ജീവിക്കാൻ കഴിയുന്നുവോ? Are you able to maintain a harmonious, loving life with your husband? നിന്റെ സഹോദരങ്ങളോട് നിനക്ക് ഹൃദയത്തിൽ കയ്പും പകയുമില്ലാത്തൊരു ഹൃദയം നിനക്കുണ്ടോ? With your siblings, are you maintaining your heart free from bitterness and gall? നിന്റെ കോപ സ്വഭാവത്തെ വിട്ടുകളയാൻ നിനക്ക് മനസ്സുണ്ടോ? Are you prepared to bid fair to the infuriated nature? നിന്റെ ജഡീക ഈച്ഛകളെ മരിപ്പ് ജീവിക്കുവാൻ നിനക്കൊരു സമർപ്പണമുണ്ടോ? Do you have the consecration to mortify your carnal mindedness? നീ ലോക സ്നേഹത്തിൽ നിന്ന് ഇനിയും വിടുവിക്കപ്പെട്ടിട്ടുണ്ടോ? Have you been liberated from the clutches of the love of the world? എന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ടും നിനക്ക് അനുസരിക്കാൻ കഴിയാതിരിക്കുന്ന നിന്റെ മത്സരം മാറ്റിയിട്ടുണ്ടോ? Even after knowing it's not my will, are you willing to be freed from the spirit of rebellion? എന്റെ ആത്മാവ് നിന്നെ നടത്തുവാൻ സമ്മതിക്കാതെ പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നുണ്ടോ? Disobey my spirit. Are you resisting against the spirit of God? നിന്നെ നടത്തുവാനായി തന്നിരിക്കുന്ന ശുശ്രൂഷകർക്ക് അവരെ ഞരങ്ങിക്കൊണ്ട് നിന്നെ നടത്തത്തക്കവണ്ണം നീ അവരെ വ്യസനിപ്പിക്കുന്നുവോ? നീ അവരെ എതിർക്കുന്നുവോ? The leaders who are appointed to guide you, lead you, they are groaning for you. Are you rebellious, revolting against them? നിനക്ക് സൗഖ്യം വേണം. ഞാൻ നിന്നോട് ചോദിക്കുന്നു, പ്രധാന സംഗതി നീ വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. You want to have healing, but my fundamental issue is that you must be sanctified. രണ്ടാമത്തെ ചോദ്യം, എന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നീ ഒരുങ്ങുന്നുണ്ടോ? The second question is, are you prepared to be taken up at my coming? നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, സ്നാനം പെറ്റിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. You are saved, baptized and anointed too. നിന്റെ ആത്മീയ വളർച്ചയ്ക്കേറ്റ ഒരു അപ്പോസ്തല കൂട്ടായ്മയിൽ നീ അംഗമായിരിക്കുന്നു. Have you become a member of the apostolic doctrine and fellowship, which is worthy for your spiritual progress? കർത്താവിന്റെ വരവിനെ കുറിച്ച് ഇടപെടാതെ കേട്ടുകൊണ്ടിരിക്കുന്നു. Incessantly listening to the message of the coming of the Lord. എന്റെ വരവേറ്റം അടുത്തിരിക്കുന്ന നിനക്ക് അറിയാമോ? എന്റെ വരവിങ്കൽ എടുക്കപ്പെടുവാൻ നീ ഒരുങ്ങുന്നുണ്ടോ? Do you know my advent is very nigh? Are you getting ready to be captured at my coming? ഒരു വിശ്വാസിയെ നിന്റെ രോഗസൗഖ്യം ദൈവത്തിന് നിസ്സാരമാണ്. Beloved child of God, divine healing
asking for the sickness is nothing to പക്ഷേ God. നീ വിശുദ്ധീകരിക്കപ്പെടണമെന്നും കർത്താൻ വരുവാൻ ഒരുങ്ങണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. The paramount importance of Lord Jesus Christ is he must be sanctified, be ready for the coming of the Lord. ഞാനിത് പറയുന്നതിന് ആരുടെയും മുഖം വാടല്ലേ. Please do not have faint facedness. മുൻഗണന ഏതിനെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. I would like to prioritize. നമ്മുടെ ശരീരത്തെ കുറിച്ച് കർത്താവ് കരുതലുള്ളവനാണ്. Lord is concerned about our body. അവിടുന്ന് രോഗികളെ കണ്ട മനസ്സറിഞ്ഞ് അവരെ സൗഖ്യമാക്കിയെന്ന് നാം വായിക്കുന്നു. On seeing the sick, moved with compassion and wept. യേശു പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ രക്ഷപ്പെടും. Jesus says, fear not, simply believe, ye shall be saved. പള്ളിപ്രമാണിയുടെ മകളുടെ സൗഖ്യത്തിനായി ആദ്യം അവന് അപേക്ഷ നൽകി. Father child to the synagogue's ruler first made a request. അങ്ങനെ ഇരിക്കവേ കുട്ടി മരിച്ചുപോയി. Meanwhile the child died. അപ്പോൾ അവൻ ആദ്യം ഒന്ന് ചിന്തിച്ചു, എന്റെ അപേക്ഷ അങ്ങ് പിൻവലിക്കാം, ഏതായാലും കുഞ്ഞ് മരിച്ചു പോയല്ലോ. First he thought, let me withdraw the petition, anyhow the child died. ഇന്നും അനേക മനുഷ്യർ അങ്ങനെയാണ്. Even today the true is the nature of many people. സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, അത്ഭുതം ചെയ്യണമെന്ന് അപേക്ഷ കൊടുക്കും. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ ആ അപേക്ഷ പിൻവലിച്ചിരിക്കുന്നു, പിന്നെ ഞാനൊന്ന് നോക്കട്ടെ ഏതെങ്കിലും വഴി. They will put up the petition, heal me, deliver me, save me. Once that is mitigated, let me seek some other resource. അത് ദൈവഹിതമല്ല. It's not the will of നീ God. പൂർണ്ണമായി ദൈവക്ഷണം ചെയ്യണോ, ദൈവത്തിന് ആഗ്രഹമുണ്ട്. Altogether, you must do the will of God. He is the desire of God. ജീവിതത്തിൽ സംഭവിക്കുന്നത് ചെറുതും വലുതുമെല്ലാം ഒരു വിശ്വാസിക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. What befalls in the life of a child of God, minor or major, everything tends to make us good. അതുകൊണ്ട് ഒരു പ്രശ്നം ഗുരുതരമായി തീർന്നാലും ഇതിനെ ആശയറ്റുപോയി എന്നൊരു തോന്നിയാലും അധ്യായം അവസാനിപ്പിക്കരുത്. When the problem becomes serious, there's no ray of hope. Do not withdraw your petition to God. ആ അപേക്ഷ പിൻവലിച്ചേക്കാമെന്ന് ചിന്തിച്ച പള്ളിപ്രമാണിയായ യായിറോസിന് യേശു പറഞ്ഞു, മകൾ മരിച്ചുപോയെങ്കിലും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അവൾ ജീവിക്കും. Jairus, who made up his mind to withdraw the petition, the Lord says, true, the child died, but I am ready to quicken back, be believed. ഹിസ്കീയാവിനോടും പ്രവാചകൻ യഹോവയുടെ അരുളപ്പാട് പറഞ്ഞു, രാജാവേ നീ മരിച്ചു പോകും. And Hezekiah, the prophet says, thy majesty, you will die. മരിച്ചു പോകുമെന്ന് കേട്ടിട്ട് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുവാൻ ഈ ഹിസ്കീയാവ് തയ്യാറായിരുന്നില്ല. On hearing this information, he is not prepared to give up. അവൻ ചില കാര്യങ്ങൾ ചെയ്തതായി നാം കാണുന്നുണ്ട്. We understand he said correct a few things. ഒരു ഡോക്ടർമാർ നിന്നെ പരിശോധിച്ച് അതെ നീ ആയുസ് ജീവിക്കുകയില്ല എന്ന് പറഞ്ഞ ഇനി അത്രേ ഉള്ളൂ എന്ന് കരുതി അങ്ങ് പോകാനും വരട്ടെ. Just wait, the doctor has tested your body, he passed the verdict, there's no hope at all. Do not put up your hope. നിന്നെയും എന്നെയും ഡോക്ടർമാരെ സൃഷ്ടിച്ച അഖിലാണ്ട് മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. നമുക്ക് അവനെ ഒന്ന് സമീപിച്ചു നോക്കാം. There's a creator God who created you, me, the physician, doctor. Just approach him. അവൻ നമ്മളെ കൈവിടുന്നെങ്കിൽ പോട്ടെ നമുക്ക് വെക്കാം. If he forsakes us, let us accept it. ഇത് ഹിസ്കീയാവിന് സൗഖ്യം കൊടുത്തത് അത്തിപ്പഴക്കട്ടയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. You understand, it's not the lump of figs which commanded healing to Hezekiah. സൗഖ്യത്തിന് അവൻ ചില സ്റ്റെപ്പുകൾ വെച്ചു. He puts forward a few measures for healing. സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലതാണ്, എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ആവശ്യം. You desire to have healing is good. From a part we have to set certain measures. ഒന്നാമത് മരിക്കുമെന്ന് കേട്ടിട്ട് എന്നാൽ ശരി എല്ലാം തീർന്നു, ദൈവം പറഞ്ഞതല്ലേ, ഇനി നീണ്ടു നിവർന്ന് കിടന്ന് അങ്ങനെ ഒരു പാട്ടും പാടി മരിക്കാൻ ചിന്തിക്കാതെ എനിക്കൊന്ന് സൗഖ്യമാകണമെന്നൊരു മനസ്സവനുണ്ടായി. Basically, when he heard that he was going to die, not yielding to the pressure, let me die, sing a song, meet this. No, he is willing to have healing now. മനുഷ്യന്റെ ഒരു ബലഹീനതയാണ്, ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ വിഷയം അങ്ങ് വിട്ടുകളഞ്ഞിട്ട് ഓ ഇനി സുഖമായില്ലെങ്കിൽ വേണ്ടതില്ല എന്നൊരു നില. It is a human weakness. Once it crosses a particular limit, even there is no healing thereafter, no problem, let me yield gradually. പക്ഷേ ഞാൻ പറയുന്നു, ഒരിക്കലും അങ്ങനെ വിട്ടുകളയില്ല. Let me tell you, do not give up so. എത്ര ഗുരുതരമായിരുന്നാലും ആവർത്തിയവർ എനിക്ക് സൗഖ്യമാകണം. Even though so severe, that sickness must be healed. എനിക്കൊരു വിടുതൽ വേണം, ഒരു അത്ഭുതം എനിക്ക് കാണണം. I want to have a deliverance. I want to see a miracle. 38 വർഷം ആ രോഗിയായ ബെഥസ്ദാ കുളക്കരയിൽ കിടന്ന മനുഷ്യനെ കണ്ടപ്പോൾ യേശു ഒന്നേ ചോദിച്ചുള്ളൂ. And see the man who was on the bank of that Bethesda
lost about 38 years. Yeah. Jesus asked him only one thing. ഞാനാണെങ്കിൽ രോഗം എന്താണ്, എപ്പോഴാ തുടങ്ങിയത്, എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ ചെയ്തു, വർഷം എത്രയായി, അപ്പനേതാ, അമ്മയേതാ, നാടേതാ, ഊരേതാ എന്നൊക്കെ ചോദിച്ചേനെ. Why did I'd make inquiry as to what is your name, which is your nationality, what about the parents, when did it start, how long have you been undergoing treatment and so on. അവൻ സൗഖ്യം പ്രാപിക്കാനാണ് വന്നു കിടക്കുന്നത് യേശു അറിയാമായിരുന്നുകൊണ്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. Jesus knew he came there to have healing. Only one question posed to him. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? Are you willing to be healed? അതൊരു വിചിത്രമായ ചോദ്യമല്ലേ? It's a strange question, isn't that so? അങ്ങനെ സൗഖ്യമാണെന്ന് ആഗ്രഹം ഇവിടെ വന്ന് കിടക്കുവോ? Will he come then without have such a desire? എന്റെ അഭിപ്രായത്തിൽ ഇത്രയും നാള് അവിടെ കിടന്നിട്ട് അവന് അവസരം കിട്ടാഴികയാൽ അവന്റെ മനസ്സിൽ നിൽപ്പം മടുപ്പ് വന്ന് ഇനിയിപ്പോ സുഖമായില്ലെങ്കിൽ വേണ്ടില്ല, ആരെങ്കിലും എന്നെ വീട്ടിൽ നിന്ന് എത്തിച്ചാൽ മതി എന്ന് അവൻ ആ അവസ്ഥയിൽ എത്തിക്കാണുമായിരിക്കാം. In my speculation, he got waiting for a long time, so for nobody is there to take him to the pole. He is very much frustrated. Might have heard the thought that if somebody comes, takes me and back me home, it is well and right. യേശു ആദ്യം ചോദിച്ച ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടാകട്ടെ. The first question is, be mindful to have this healing. ഒന്നുകൂടെ പറഞ്ഞാൽ, എനിക്ക് സൗഖ്യമാകണമെന്നൊരു നിർബന്ധ ബുദ്ധി നിനക്കുണ്ടാകട്ടെ. You must have the constraining spirit, I must be healed. ഒരിക്കലും കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്നു. Once a leper came into the Lord, അവന് സൗഖ്യമാകണമെന്നുണ്ടായിരുന്നു. he had the desire to be healed. അവന്റെ ചിന്ത കർത്താവിന് അവനെ സൗഖ്യമാക്കണം മനസ്സ് കാണത്തില്ലെന്നാണ്. His thought is- പാവ മനുഷ്യൻ. His desire, his thought is that Jesus might not be delighted in healing him. അവൻ കർത്താവിന്റെ അടുക്കൽ മുട്ടുകുത്തിയിട്ട് ചോദിക്കുകയാണ്, ദൂരെ മാറിയ മുട്ടുകുത്തിയത് കുഷ്ഠരോഗിയല്ലേ, എന്നെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ പറ്റും. As he is a leper, keeping off, kneeling down, he is telling, "Oh Lord, if you are willing, just heal me." ആ ഭാഗം എന്റെ മനോമുഖരത്തിൽ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥ. I was started on seeing the pitiable plight to the man. I was burnt within. നിനക്ക് സൗഖ്യമാകാൻ അധികാരമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. I know you are powerful to heal me, but I do not know whether you are willing to heal me. എന്റെ കർത്താവ് അവനെ അടുക്ക വിളിച്ചിട്ട് കുഷ്ഠരോഗമുള്ള അവന്റെ ശരീരത്തെ തൊട്ടിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം വരട്ടെ. My Lord calls him near. He keeps his hand upon the part of little leprosy. He says, "Be healed, I am willing." ഇന്ന് രാത്രിയിലും കർത്താവ് ചോദിക്കുന്നത്, മകനെ മകളെ, നിനക്ക് സൗഖ്യമാകണമെന്ന് മനസ്സുണ്ടോ? അങ്ങനെ എനിക്ക് എപ്പോഴേ നിന്നെ സൗഖ്യമാക്കാൻ മനസ്സാണ്. Even tonight the Lord is asking you, "My son, my daughter, are you willing to be healed? If so, already I'm delighted to heal you." നമ്മുടെ ദൈവത്തിന്റെ മനസ്സും നമ്മുടെ മനസ്സും ഒന്നാകുന്നിടത്ത് അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. The point when our mind meets with that of God, it's a miracle which results. സൗഖ്യമാകണമെന്ന് മനസ്സ് വെച്ചു. He was willing to be healed. രണ്ടാമത് ഹിസ്കിയാവ് അതിന്റെ 20-ാമത്തെ 3-ാം വാക്യത്തിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. Chapter 20 verse 3, second day Hezekiah done was pray to God. ചില ആളുകൾ രോഗം ഗുരുതരാവസ്ഥയിലായി ഒരു അവസ്ഥ കഴിയുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് പോലും അങ്ങ് പോയി പോകും. When sickness becomes a chronic, when people lose the hope, they will lose the even desire to pray. അത് പോരാ കേട്ടോ, ഒരു പ്രാർത്ഥന അവർ അപേക്ഷ കൊടുക്കുക തന്നെ വേണം. It is not sufficient. You have to put up an application, prayer. ഒരു കുരുടൻ യേശുവിനെ പറയും, ദാവീദ് പുത്ര, എനിക്ക് കാഴ്ച തരണമേ, എന്നോട് കരുണ തോന്നണമേ. A blind man makes a request unto Jesus, "Oh son of David, have mercy upon me." ഹിസ്കിയാവ് മൂന്നാമതായി അവനൊരു വിശ്വാസമുണ്ടായി. Thirdly, Hezekiah had a strange faith. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അടയാളം ചോദിച്ചത് കൊണ്ട് ഒരു പൂർണ്ണ വിശ്വാസം അല്ലെങ്കിലും ഒരളവിൽ അവന് വിശ്വാസം ഉണ്ടായി. As he sought a sign, although it was not a perfect one, he had a sound faith in him. നമ്മുടെ കഷ്ട നിമിത്തം, നമ്മുടെ വേദന നിമിത്തം നമുക്ക് ഒരളവ് വരെ വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള ബലഹീനത നമ്മുടെ കർത്താവിന് അറിയാമല്ലോ. Due to sufferings and pain in our body, only to some extent we can believe. God knows it. അടുത്തത് മുഖ്യമാണ്, അവൻ കരഞ്ഞു, കണ്ണുനീരോടെ കരഞ്ഞു. The next one is more prominent. He wept to the soul. പ്രിയരെ, എല്ലാറ്റിനേക്കാളും മുഖ്യ കാര്യം അതാണ്. Wherever people have gone, that has got more prominence than all the other characteristics. ഹൃദയം തകർന്ന ആവശ്യബോധത്തോടെ വിശ്വാസത്തോടെ കരയുക, കർത്താവേ നീ എന്നെ സൗഖ്യമാക്കിയേ മതിയാകുകയുള്ളൂ. With broken heartedness, with faith, with a serious sense of urgency, cry unto God, "Oh Lord, just heal me, no other go." ഹിസ്കിയാവിന്റെ ഭാഗത്ത് സൗഖ്യത്തിന് വേണ്ടി അവൻ അത്രയും
ചെയ്തു കഴിഞ്ഞപ്പോൾ അടുത്ത ദൈവത്തിന്റെ ഭാഗമായി. On the book of Hezekiah, as he has performed all these attributes, now the counterpart takes place. ദൈവത്തിന് അവനോട് മനസ്സലിവുണ്ടായി. God is moved with the compassion. അതിന് തെളിവ് നാം വായിക്കുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്തു. The reference says, the Lord says, I have seen thy tears. അതെ, ഏതോ ഒരു മനുഷ്യന്റെയും കണ്ണുനീർ കണ്ടാൽ മനസ്സലിയുന്ന നമ്മുടെ കർത്താവ്. Our Lord who is moved with compassion on seeing the tears of anybody. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കാൻ അധികാരമുള്ള കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നവൻ അവന്റെ സഹോദരിമാരുടെ കരച്ചിൽ കണ്ടപ്പോൾ കൂടങ്ങ് കരഞ്ഞു കളഞ്ഞു. On many contexts I had the thought that the Lord on many contexts quickened many people. He is able to bring back Lazarus on visiting the house, hearing the cry, he to join the wagon of crying. ഞാനാണെങ്കിൽ വളരെ ഗൗരവമായിട്ടൊക്കെ നിന്ന് ഇവിടെ അത്ഭുതം ചെയ്യാൻ വന്നിരിക്കുകയാണ്, ഈ മനുഷ്യ ഉയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് സ്വല്പം അല്പം ഓരോ ശ്വാസമൊക്കെ പിടിച്ച് ഗൗരവമായി നിന്നേനെ. ഇവരുടെ കരച്ചിൽ കൊണ്ടൊന്നും എനിക്ക് സങ്കടം വരുന്നില്ല. ഞാൻ നിങ്ങളൊക്കെ ചുമ്മാ സില്ലി പീപ്പിൾ, ഞാൻ ഇന്നൊക്കെ അഭിനയിച്ചാണ്. കാരണം നമ്മുടെ കർത്താവ് നോക്കുക, അവിടെ കൂടെ കരഞ്ഞു കളഞ്ഞു. Very time I'd pose a different position, I'd be serious, telling that this is very silly to cry. I would have been very serious minded. Here Lord is joining the cry. നമ്മുടെ യേശുവിന് തന്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. Our Jesus cannot change his nature. അവൻ രോഗികളെ കണ്ടാൽ മനസ്സലിഞ്ഞു പോകുന്നവനാണ്. മനസ്സലിഞ്ഞാൽ അവന്റെ കണ്ണിന് കണ്ണുനീര് വരും. യേശു കണ്ണുനീർ വാർത്തു. On seeing the sick, he is moved with compassion. If he is moved with compassion, tears shall roll down from his eyes. Jesus wept. ഹിസ്കിയാവിന്റെ വിഷയത്തിൽ ദൈവം അവനോട് മനസ്സലിഞ്ഞു കണ്ണുനീര് കണ്ടപ്പോൾ. In the Hezekiah, on seeing his tears, he was moved with the compassion. അടുത്തത് ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. The Lord is waiting to perform a miracle. ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്, Scientists have invented. ഈ പ്രപഞ്ചത്തിൽ ഒരു ദിവസം ചരിത്രത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. 24 hours. In this universe, a day, 24 hours has been lost. അത് വേദപുസ്തകത്തിൽ നിന്ന് അവർ കണ്ടുപിടിച്ചത്. Biblically, it was discovered. അത് കണ്ടുപിടിച്ച ആ സംഭവം എല്ലാം വിവരിക്കാൻ എനിക്ക് സമയം പോരാ. I'm not willing to move to the history. അതൊന്ന് യോശുവ സൂര്യനെ പിടിച്ചു നിർത്തിയപ്പോൾ അത് 23 മണിക്കൂറും 40 മിനിറ്റും നിന്നു. The first context is as Joshua put on hold the sun, 23 hours and 40 minutes that stood still. അതിനുശേഷം ഈ ഹിസ്കിയാവിന് ഒരു അടയാളം കൊടുക്കേണ്ടി വന്നപ്പോൾ 20 മിനിറ്റ് കൂടെ സൂര്യന്റെ ആ ഭ്രമണം നിന്നു. Thereafter, in order to give a sign to Hezekiah, the movement of the sun that was put on hold for 20 more minutes. അതിനർത്ഥം ദൈവം അന്ന് യോശുവയുടെ കാലത്ത് ചെയ്തതുപോലെ ഒരു അത്ഭുതത്തിനായി ചെയ്യാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ഒരുവൻ ചോദിക്കുകയും ദൈവത്തിന് അവസരം ഒത്തു വന്നപ്പോൾ അത്ഭുതം നടന്നു. Which implies, as the Lord had done on the days of Joshua, here he is waiting for opportunity to do. He is coming to that opportunity. Now take use of the same. ഇന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യുവാൻ ദൈവം കാത്തിരിക്കുന്നു. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അനുഭവിക്കാൻ കഴിയും. Let me remind you tonight, for you and me, the Lord is waiting to do the miracle. If you are able to believe it, for he is going to perform in our life. നാം കർത്താവിനായി കാത്തിരിക്കുന്നതിനേക്കാൾ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വിശേഷത. അവൻ നമ്മുടെ പിതാവത്രേ. The Lord is more waiting for us than we are waiting for him. That's a faithful aspect to the Lord. അങ്ങനെ അത്തിപ്പഴക്കെട്ടുകൊണ്ടല്ല, സ്തോത്രം, ദൈവത്തിന് അത്ഭുതം നടന്നാണ് ഹിസ്കിയാ രാജാവിന് സൗഖ്യം വന്നതും അവന്റെ ആയുസ് നീട്ടിക്കിട്ടിയതും. It is not with a lump of fig. Hezekiah got healed by the power of God. Lifespan was extended. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. Let me wrap up my words. എന്നാൽ വിശ്വാസത്തിൽ മാത്രം സൗഖ്യം എന്നത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണോ? Whether it is this healing is this prayer faith is required for healing, something important. ഇതിനായിട്ട് ഇതിനെ ദൈവിക രോഗശാന്തി എന്നാണ് നാം സാധാരണ വിളിക്കുക. Normally it is addressed divine healing. പ്രിയമുള്ളവരെ, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചവനായ ക്രിസ്തുവിന് നിങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? Beloved, do you have the faith that the Lord healed the daughter Jairus? Jairus is able to heal you too. ഇത്രയും കടുത്ത വിശ്വാസവും എൻ്റെ ജീവൻ വെച്ച് പന്താടാനൊന്നും ഞാൻ തയ്യാറല്ല എന്ന ഒരു വിശ്വാസിയായ നീ പറയുന്നെങ്കിൽ, A believer, if you tell in your mind, I don't have such hardcore faith, I cannot go to that extent in your mind.
കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാനുള്ള സാധ്യത മങ്ങുകയാണെന്ന് ഞാൻ പച്ചയായി പറയട്ടെ. The possibility of being raptured to the communion of the Lord is eclipsed. Let me openly talk to you. പാപികളുടെ രക്ഷയ്ക്കായി വന്നവൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, പൂർണ്ണപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വേഗം വരും. The Lord Jesus Christ came to save the sinners. He is going to appear to gather the saints, perfected saints of God. കാഹളം ധനിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. When the trumpet is going to be sounded, two things are going to result. ഒന്ന് മരിച്ചുള്ള ഉയർപ്പ്, അടുത്തത് ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരം. Resurrection of the dead, transformation of the alive. ഇത് കാഹളം ധനിക്കുന്നത് കൊണ്ടുണ്ടാകുകയാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. Don't think that because the trumping this is taking place. ഉയർപ്പ് എങ്ങനെ സംഭവിക്കുന്നു? How does resurrection take place? കർത്താവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ മരിച്ചതായ ഒരു വിശ്വാസി കാഹളം ധനിക്കുമ്പോൾ എങ്ങനെയാണ് ഉയർക്കുന്നത്? എന്താണ് ഉയർപ്പിക്കുന്നത്? A believer who lived in the Lord, died in the Lord, at the moment of the trump of God, how does he resurrect? റോമർ 8:11 Romans 8:11. ക്രിസ്തുവേശുവിനെ മരിച്ചുവരുന്ന ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുവേശുവിനെ മരിച്ചു ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. If the spirit of him that raised up Jesus from the dead dwell in you, he that raised up Christ the dead shall also quicken your mortal body. ഈ മർത്യ ശരീരം ജീവിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, പ്രത്യേകിച്ച് പുനരുത്ഥാന ശക്തി കൊണ്ടാണ്. Only the power of the Holy Spirit of God, importantly by the power of resurrection, this mortal body is immortalized. ഇനി കാഹളം ധനിക്കുമ്പോൾ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ശരീരരൂപാന്തരം പ്രാപിച്ച് കണ്ണുമിക്കുന്നിടയിൽ രൂപാന്തരപ്പെട്ട് എടുക്കപ്പെടും. At the time of the trump of God, the saints of God remain alive. They are going to transform with the twinkling of an eye. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? How does that take place? ഫിലിപ്പിയ ലേഖനം 3:21 വാക്യം. Philippians chapter 3 verse 21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് By this exceeding power. ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരം അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. This wild body shall be fashioned unto his glorious body. കർത്താവിന്റെ വരവിനെ പ്രസംഗിക്കുന്നവരെ, Those who preach the coming of the Lord, കാഹളം ധനിക്കും എടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ, those who want to be raptured at the trump of God, വരവിന് എടുക്കപ്പെടണമെന്ന് ജനങ്ങൾ ഉത്സാഹിപ്പിക്കുന്നവരെ, those who motivate people to be raptured, യാഥാർത്ഥ്യം അറിയണം. understand one truth. വരവുകൾ എടുക്കപ്പെടുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം കൊണ്ടാണ്. Only by the exceeding power of God you are raptured at the coming of God. ഉണ്ടല്ലോ I have that. ഞാൻ ആത്മാവിന് ശക്തിയൊക്കെ വരുന്നുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒക്കെ രണ്ടന്യ ഭാഷയൊക്കെ ഞാൻ മിക്കവാറും പറഞ്ഞു ഒപ്പിക്കാറുണ്ട്. At least at regular intervals I feel the spirit, I talk in tongues. എന്തോ ഒരു നിർഭാഗ്യകരമായ അവസ്ഥ. Most unfortunate result is this. മരിച്ച ശരീരം ഉയർപ്പിക്കപ്പെടുവാനും ജീവിച്ചിരിച്ച രൂപാന്തരപ്പെടുവാനും കഴിയത്തക്കവണ്ണം ഒരു ശക്തി. There is a power which is able to quicken the dead body, able to transform the living body. അതിനെക്കുറിച്ച് എഫെസ്യ ലേഖനം 1:18 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് പറ്റും. About which we come across in the book of Ephesians chapter 1 verse 18 onwards. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. Saint Paul prays. അത് അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നറിയാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Exceeding greatness of his power toward us who believe according to the working of his mighty power. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിശ്വാസിയെ, Beloved believer, willing to be taken up at the coming of the Lord. നിനക്കത് സാധ്യമാകണമെങ്കിൽ If that is to be effected, ശക്തിയുടെ അളവറ്റ വലിപ്പം വേണം. അല്പസ്വല്പം പോരാ. measure of the exceeding power of God is required. Not a minor thing will do. ആ അളവ് ഏതിനനുസരിച്ചാണ്? According to what measure? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന. It is a power working for us who believe. അഥവാ നിന്റെ വിശ്വാസത്തിനനുസരിച്ചുള്ള ശക്തിയെ വ്യാപരിക്കുകയുള്ളൂ എന്ന പച്ചയായ അർത്ഥമാണ്. That means as much as you believe, so much shall be the result. He is in clear terms. മരിച്ച ശരീരം ഉയർക്കുകയും ശരീരം രൂപാന്തരപ്പെടുകയും ചെയ്യത്തക്കവണ്ണം ശക്തി വ്യാപരിക്കണമെങ്കിൽ അതിനേറ്റ വിശ്വാസമുള്ളവർക്ക് സാധ്യമാകൂ. If this power is to operate in body, in order to quicken the dead body, transform the living body, the required faith is a prerequisite. ഇന്ന് ഈ രോഗത്തിന് സൗഖ്യം വരുത്തുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് ഒരു
ഒരു വിശ്വാസം വരാത്ത, അത്രയാൾ പോലും വിശ്വാസമില്ലാത്ത നമുക്ക് ഈ ശരീരം ഉയർപ്പിക്കത്തക്കവണ്ണം ശക്തി വ്യാപരിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാമോ? We who are divided for small faith, God is able to just heal this body. Can you believe that? The Lord is able to raise up my body, quicken my body. Will we have that much faith? അതുകൊണ്ട് ഞാൻ രത്നച്ചുരുക്കം പറയുകയാണ്. യേശു പറയുന്നു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. Let me tell the pith and substance, fear not, simply believe only. അപ്പോൾ ചോദിക്കും, അങ്ങനെ വിശ്വാസത്താൽ കാത്തിരുന്നിട്ട് സൗഖ്യമായില്ല എങ്കിൽ ചത്തുപോയാൽ എന്ത് ചെയ്യും? You may ask, I have been tarrying with the faith, I am not healed. If I die, what shall be done? ഒരു വിശ്വാസിയോടാണോ ചോദിക്കുന്നത്? And a believer is it asked? ഒരു വിശ്വാസി ആരാ? Who is a believer? അവൻ ദൈവം അവന്റെ തലയിൽ മുടി പോലെ എണ്ണിയിരിക്കുക. God has numbered all the hairs on his head. അവന്റെ ആയുസ്സിന് നാളുകളെ നിർണയിച്ചിരിക്കുകയാണ്. God has appointed days of his life. ദൈവം നിശ്ചയിച്ച സമയത്തിന് മുൻപേ അവന്റെ ജീവനെ അപഹരിപ്പാൻ ഒരു മരണത്തിന് ശക്തിക്കും കെടുകയില്ല. പാതാളത്തിന്റെയും മരണത്തിന് താക്കോൽ യേശുവിന്റെ കയ്യിലാണ്. Before the appointed time, no power of hell or death can capture his life from this life. God has got the keys of hell and death. അതേസമയം ഒരുവന്റെ മരണം ദൈവം തീരുമാനിച്ചാൽ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു മരുന്നിന് രക്ഷിപ്പാൻ കഴിയുകയില്ല. Meanwhile, if God has decided to take away man, anybody under the sun stripes, it's not going to materialize. എന്താണ് ഒരു വിശ്വാസിയുടെ തീരുമാനം? What is the decision of a believer? എനിക്ക് കർത്താവിന് എടുക്കപ്പെടത്തക്കവണ്ണം ശക്തി വ്യാപരിക്കുവാൻ തക്ക വിശ്വാസം വേണം. In order that I may be taken of the coming of the Lord, I must have a sound faith to operate this power. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. In this respect, I trust and believe in God only. ഈ കാത്തിരിപ്പിൽ ഞാൻ മരിച്ചാലും എന്റെ കർത്താവ് വീണ്ടും വരുമ്പോൾ ഞാൻ ജീവിക്കും. In this process of tarrying, even if I die, when the Lord returns, I will be quickened. ഈ പഴയ വിശുദ്ധനായ യോബ് പോലും പറയുന്നത് ശ്രദ്ധിക്കുക, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ വേറൊരു ശരീരമുള്ളവനായി, രൂപാന്തര ശരീരമുള്ളവനായി ഞാൻ എന്റെ കർത്താവിനെ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. Job, even the Old Testament says, even this body, my skin is decayed and purified, with a new body, I will see my Redeemer. ഒരു വിശ്വാസി മരണത്തെ ഭയപ്പെടുന്നവനല്ല. A believer is not frightened about death. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. Therefore Saint Paul says, to me die is gain. അതെ, അവൻ ജീവിക്കുന്നതോ മരിക്കുന്നതോ കർത്താവിന് വിട്ടിരിക്കുകയാണ്. എന്റെ തീരുമാനം കർത്താവിന് ഇഷ്ടം. The option is left to the Lord to remain alive and die. Not my will, it's God. അതുകൊണ്ടാണ് ഒരു വിശ്വാസി ദൈവിക രോഗശാന്തിക്കായി കാത്തു നിൽക്കുന്നത്. That's the believer is waiting for divine healing. എന്റെ ഈ ശരീരം 10-30 വർഷത്തിന് നീട്ടിക്കിട്ടുന്നതാണ് എനിക്ക് വലുത്. എന്റെ യേശു വരുമ്പോൾ ഞാൻ ഉയർപ്പിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് അവനോട് അടുക്കലേക്ക് എനിക്ക് പറന്നു പോകണം. It is not important this body's life should be expanded for 30 or 40 years more. Rather, when my God comes, I must be transformed quick into his presence. ആകയാൽ പ്രിയരെ, കർത്താവിന്റെ വരവ് എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന ദൈവിക രോഗശാന്തി ആവശ്യമാണ്. Beloved people of God, we are waiting for the coming of the Lord. We need to have this faith of divine healing to be quick in the coming of the Lord. ഹിസ്കിയാ രാജാവിന്റെ ആയുസ്സിനെ നീട്ടിക്കൊടുത്ത ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? Do we have the faith? The Lord who extended the lifespan of Hezekiah is able to do the same in your life too. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Together we are going to pray. അതെ, ഓരോ വിശ്വസിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് നിന്നാട്ടെ. Those who believe, please stand up now. സ്തോത്രം. എന്റെ ചോദ്യം ഇതാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിന് ഇതിന് രോഗം സൗഖ്യമാകാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? This is my question. Can you believe the very Lord who is able to animate the diseased people is able to heal my sickness as well? മരിച്ചവരെ ഉയർപ്പിച്ചവന് എന്റെ ക്യാൻസർ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവില്ലെന്ന് ഞാൻ അത്ര ചിന്തിക്കത്തക്ക ഭോഷനല്ല. I am not that foolish to believe that my Jesus who raised up the diseased people, he cannot heal the cancerous. മരിച്ചവരും ഉയർത്തവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനോ എന്റെ ആസ്മാരോഗത്തെ സൗഖ്യമാക്കുവാൻ, അത് എന്റെ തൈറോയിഡിനെ സൗഖ്യമാക്കുവാൻ, എന്റെ ശരീരത്തിന്റെ ആ ട്യൂമറെ സൗഖ്യമാക്കുവാൻ, എന്റെ ഹാർട്ട് പ്രോബ്ലം, ലിവർ പ്രോബ്ലം, എന്റെ ലങ്സ് പ്രോബ്ലം ഒക്കെ സൗഖ്യമാക്കുവാൻ നിസ്സാര
നിസ്സാരമായിട്ട് കഴിയും. The one who rose up, one who raised many dead people, he's able to heal my asthma, my diabetics, my liver problem, whatever is the sickness that afflicts my body. ഒരു പക്ഷേ ലോകത്തിലെ മനുഷ്യൻ തങ്ങളുടെ ഫയൽ അടച്ചേക്കാം. ഓ, നിങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞ്, എന്നാൽ അടക്കപ്പെട്ട ഫയൽ തുറക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. Some days the worldly people might close their by telling there's no hope and expectation at all. My God is able to reopen the closed file of your life. മനുഷ്യൻ നിന്റെ ജീവിതത്തിന്റെ അധ്യായം അവസാനിപ്പിക്കുന്നിടത്ത് യേശു ഒരു പുതിയ അധ്യായം തുറക്കുന്നവനാണ്. Where the worldly people close the file, Jesus is going to begin a new life. മനുഷ്യന്റെ പരിശ്രമത്തിന്റെ അസ്തമാനം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഉദയമാണ്. The setting of human decision is the beginning of the rising of God. മനുഷ്യന് സാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. That which is impossible man is possible with God. അതെ, യേശു പറയുന്നു വീണ്ടും, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ രക്ഷപ്പെടും. Again Jesus says, fear not, simply believe, you shall be saved. ഇനി നമ്മുടെ കണ്ണുകൾ നമുക്ക് അടച്ചുകൊണ്ട, Shall we close our eyes now? സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് Shall we look unto heaven? നമുക്ക് നമ്മുടെ ദൈവത്തോട് അപേക്ഷിക്കാം. Let us pray unto God. യേശുവേ എന്ന് വിളിക്കാം. Cry, oh Jesus. എല്ലാവരും വിളിക്കണ്ട. Not all need to cry. സൗഖ്യം വേണമോ? I need a healing. വിടുതൽ വേണമോ? Do you want deliverance? ഒരു അത്ഭുതം വേണമോ? Do you want miracle? ഇത് ചെയ്യുന്നവൻ യേശു മാത്രമാണ്. Jesus only performer, ഒരു ലജ്ജയും കൂടാതെ, without any shame, ഒരു മടുപ്പും കൂടാതെ, without any slackening. യേശുവേ യേശുവേ എന്ന് വിളിച്ചാട്ടെ. Repeatedly call Jesus. നിങ്ങളെ സൗഖ്യമാക്കാൻ എനിക്ക് അധികാരവും ശക്തിയുമില്ല. I don't have power and authority to heal you. എനിക്കതിനൊരു വരമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. I don't claim I got such a gift. എന്നാൽ നിങ്ങളോട് എനിക്ക് മനസ്സിലുള്ള ഹൃദയമുണ്ട്. I got a compassionate heart unto you. എന്റെ കർത്താവ് മനസ്സിലുള്ളവനാണ്. My God is a God of compassion. നിങ്ങളുടെ കരച്ചിൽ കേട്ട് കണ്ണുനീര് കണ്ട് അവൻ മനസ്സറിഞ്ഞ് വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. I got the sound of faith, hearing your cry, seeing your tears, moving with compassion. He's going to heal you. ഞങ്ങളല്ല, യേശു അത്രേ നിങ്ങളെ വിടുവിക്കുന്നത്. Not we, but Jesus delivers you. ഒരുപക്ഷെ നിങ്ങൾക്കൊരു ആവശ്യമില്ല എങ്കിൽ കൂടെ, Because it is not you and me. ഏതെങ്കിലും ഒരു രോഗി നിങ്ങളുടെ ഭവനത്തിൽ കിടപ്പുണ്ടെങ്കിൽ, If a sick person is at your home, നിങ്ങളുടെ ദൂരെ ഏതെങ്കിലും ഒരു രോഗി സൗഖ്യത്തിനായിട്ട് ആഗ്രഹിച്ച് കിടക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, if you know some distant relatives yearning for healing, അവരെ മനസ്സിലോർത്തിട്ട് യേശുവേ നീ അവരെ വിടുവിക്കണമെന്ന് പറഞ്ഞാട്ടെ. remember in your heart, pray for them. Jesus healed him, heal him. യേശുവേ എന്റെ മകന് അവനോട് കരുണ കാണിക്കണമേ, മകനോട് കരുണ കാണിക്കണമേ. Show mercy on my son, on my daughter. യേശുവേ എന്റെ അപ്പനോട്, എന്റെ അമ്മയോട്, എന്റെ സഹോദരങ്ങളോട് കരുണ കാണിക്കണമേ. Jesus show mercy on my father, on my mother, on my siblings. യേശുവേ എന്ന് വിളിച്ചാട്ട. Cry, Jesus. സ്തോത്രം, സ്തോത്രം, Praise the Lord. സ്തോത്രം. Praise the Lord. പോരാ, ഈ ശബ്ദം പോരാ. This is not sufficient. ഓ, ആ കുരുടനായവൻ, He is the blind man. അവൻ അവിടെ ദാവീദ് പുത്രാ എന്നോട് തോന്നണമേ എന്ന് നീട്ടി വിളിച്ചു. Oh, son of David, have mercy on me. ചുറ്റും നിന്ന് അനേക ആളുകൾ അവനെ അമർത്തി മിണ്ടാതിരിയടാന്ന് പറഞ്ഞു. Passers by rebuked him not to bypass him. അതുവരെ വിളിച്ചതിനേക്കാൾ ഉച്ചത്തിൽ ഇവരെയും കൂടെ കവിഞ്ഞു ചെല്ലത്തക്കവണ്ണം അവൻ യേശുവേ എന്ന് ഉറക്കെ വിളിച്ചു. And he now outshouts them more than the previous time. Son of David, more and more. യേശുവേ എന്നുള്ള വിളിയുടെ ശബ്ദം സകല ശബ്ദവും കടന്ന് യേശുവിന്റെ ചെവിയിലെത്തി. The cry that is unto Jesus, destroying all the strange voices, reaching the ears of Jesus now. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ശബ്ദം കതിനാവടി പൊട്ടിക്കുന്ന ശബ്ദത്തെ കവിഞ്ഞ് അവന്റെ ചെവിയിൽ ചെല്ലത്തക്കവണ്ണം യേശു എന്ന വിളിയാണെങ്കിൽ സൗഖ്യം നിനക്ക് ഉറപ്പാണ്. The cry of that is, you are calling unto Lord Jesus Christ, which is greater than the bomb blast. If that reaches the ears of Jesus, He is able to heal you. ഇങ്ങനെ പറഞ്ഞാട്ടെ, കർത്താവേ എനിക്ക് അത്ര വലിയ വിശ്വാസമില്ല. Say, oh Lord, I don't have the sound of faith. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കർത്താവേ. Lord, I am not able to believe. ബലഹീനനാണ് കർത്താവേ. I weep my God. ഒന്നുമില്ലാത്തവനായ കർത്താവേ. I got nothing, Savior. ഒരു യോഗ്യതയില്ല കർത്താവേ.
I don't deserve anything. നീ മനസ്സിലുള്ളവനാണെന്ന് എനിക്കറിയാം. I know you are a God of compassion. നിന്റെ മനസ്സിലുവിനാൽ എന്നെ സൗഖ്യമാക്കണമേ. By the compassion heal me. കരുണതോ നീ എന്നെ സൗഖ്യമാക്കണമേ. Have kindness on me and heal me. നിനക്ക് വേണ്ടി നിനക്ക് പകരം ക്രൂശിൽ മരിച്ചവൻ നിന്നോട് കരുണയുള്ളവനാണ്.